ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് കമ്മീഷൻ? NCPCR എന്ന് നമുക്ക് ചുരുക്കി പറയാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പച്ച മലയാളത്തിൽ പറഞ്ഞ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇത് എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. ഒരു പടി കൂടി പ്രാധാന്യമുള്ളത് നമ്മുടെ LP-UP പരീക്ഷകൾക്ക്. LP-UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ നിർബന്ധമായും പഠിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരു ടോപ്പിക്കാണിത്. ബാലാവകാശ സംരക്ഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. ബാലാവകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. നോക്കാം. ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്ത് സ്ഥാപനമാണ്? ഇത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്ന് ആദ്യം നമ്മൾ പഠിക്കണം. എന്താണ്? അങ്ങനെ പഠിക്കണമെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനം, ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുള്ളതും ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ലഭ്യമാകുന്നതുമായ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. വ്യക്തമായി മനസ്സിലാക്കണേ. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുണ്ടായിരിക്കും, ഭരണഘടനയിൽ നിന്ന് അധികാരം ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ ഭരണഘടനാ പ്രകാരം നിലവിൽ വരുന്നു. അതിന് ഭരണഘടനാപരമായ വകുപ്പുകൾ, ബന്ധപ്പെട്ട വകുപ്പുകൾ ഉണ്ടായിരിക്കും. അതൊക്കെയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324 വകുപ്പ് പ്രകാരം ഇന്ത്യക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്നു. അതോ എന്താണപ്പോൾ? സ്വാഭാവികമായിട്ട് ആ വകുപ്പ് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം, വകുപ്പുള്ളതുകൊണ്ട് നമുക്ക് പറയാം അതെന്ത് തന്നെയാണ്. ഭരണഘടനാ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, മറ്റൊരു എക്സാമ്പിളാണ്. ഇന്ത്യൻ ഭരണഘടന 315 വകുപ്പിലാ പറയുന്നത് അങ്ങനൊരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 315 വകുപ്പ്. കണ്ടോ? ഇനി നോക്കാം, ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഭരണഘടനയിലെ 280 വകുപ്പ് പ്രകാരം നിലവിൽ വരുന്നതാണ്. ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ അതിൽ കൂടെ വകുപ്പുകൾ കൂടെ ചേർത്ത് പറയുന്നത് നിങ്ങൾ അലോസരപ്പെടുത്താനല്ല. ആ വകുപ്പുകളൊക്കെ അടിവരയിട്ട് പഠിക്കേണ്ടുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്മീഷൻസൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ എടുക്കാം, വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാമെങ്കിലും ഈ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന വകുപ്പുകൾ കൂടി ഒരുമിച്ചങ്ങ് പഠിച്ചു പോയാൽ നന്നായിരിക്കും. അപ്പം ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുള്ളതും ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ലഭ്യമാകുന്നതുമായ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനം എന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി മീൻസ് എ ബോഡി വിച്ച് ഈസ് ക്രിയേറ്റഡ് according to constitutional provision. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, constitutional body means a body which has its name mentioned in the constitution and it derives power from the constitution. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതിലേക്ക് വരാം. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനമാണ്, അല്ലെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ് എ ബോഡി വിച്ച് ഈസ് ക്രിയേറ്റഡ് അക്കോർഡിംഗ് ടു എ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു പ്രത്യേക നിയമപ്രകാരം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളുടെ പിന്നിൽ എന്തുണ്ടാകും? ഒരു നിയമമുണ്ടാകും. ഒരു നിയമമുണ്ടാകും. ഇത്രയും ആദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. അവിടെ ഉദാഹരണം പറഞ്ഞല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, നമ്മുടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത് അത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണെന്ന്. വകുപ്പുകളേ ഇല്ല. കാരണം ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ പരാമർശമില്ല. ഭരണഘടനയിൽ പ്രത്യേകിച്ച് വകുപ്പുകളില്ല. അതുകൊണ്ട് ഇത് ഭരണഘടനാ സ്ഥാപനങ്ങളല്ല. ഇത് പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമപ്രകാരം നിലവിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഭരണഘടനാ സ്ഥാപനവും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം. എങ്കിൽ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നമ്മൾ ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞോളും, പക്ഷെ അതിന്റെ പൂർണ്ണമായ പേര് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പൊ ആ ചോദ്യം ആദ്യം പഠിക്കുക. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്.
ബാലാവകാശ കമ്മീഷൻ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ത് സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമപ്രകാരം നിലവിൽ വന്ന കമ്മീഷൻ എന്നല്ലേ അർത്ഥം? അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്? ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ബാലാവകാശ സംരക്ഷണ നിയമം തന്നെയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് എന്താണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം 2005. 2005 ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്, അത് തന്നെയാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് നിലവിൽ വന്നത്? ഇത് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2005 ആക്റ്റാണ്. പക്ഷെ നിലവിൽ വന്നത് 2005 എന്ന് പറയരുത്, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്, അത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 2007 മാർച്ച് മാസം 5-ാം തീയതി, 2007 മാർച്ച് മാസം 5-ാം തീയതിയാണ് എന്ത് നിലവിൽ വന്നത്? NCPCR നിലവിൽ വന്നത്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 2007 മാർച്ച് മാസം 5-ാം തീയതി. ഏത് നിയമപ്രകാരം? ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം 2005. 2005 ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം ആണ് ഈ നിയമം നിലവിൽ വന്നതെന്ന് ഓർക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇത് നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. കുട്ടികൾക്കായുള്ള നിയമങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണോ ഇവിടെ നടക്കുക? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. കുട്ടികൾക്ക് ആയിട്ടുള്ള നിയമങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കുട്ടികൾക്കായിട്ടുള്ള നിയമങ്ങൾ ശരിയായ രീതിയിലാണോ നടക്കുന്നതെന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ പറയേണ്ടുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ ചെയർമാൻ ആരാണ്? എന്താണ്? പ്രിയങ്ക് കാനൂൺഗോ. പേര് മറക്കരുത്, പ്രിയങ്ക് കാനൂൺഗോ. പ്രിയങ്ക് കാനൂൺഗോയാണ് ഇപ്പോഴത്തെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ചെയർമാനും പഠിക്കണം. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ഒരു വനിതയായിരുന്നു. ആരാണ്? ശാന്താ സിൻഹ. പ്രൊഫസർ ശാന്താ സിൻഹ ആണെന്ന് ഓർക്കുക. പ്രൊഫസർ ശാന്താ സിൻഹ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അത് നിലവിൽ വന്നത് ഒരു നിയമപ്രകാരമാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം 2005 ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. ആ നിയമപ്രകാരം ഈ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5 അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ പ്രിയങ്ക് കാനൂൺഗോയാണ്. ആദ്യ ചെയർപേഴ്സൺ ശാന്താ സിൻഹയായിരുന്നു. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കമ്മീഷനെ കുറിച്ച്, കമ്മീഷൻ കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയണം. ഇത് നമ്മുടെ നാഷണൽ ലെവൽ കമ്മീഷൻ പറഞ്ഞു. ഇനി നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നാലോ? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് അറിയോ? കേരള സംസ്ഥാന, ഇത് ഇന്ത്യയിലെ ബാലാവകാശ സംരക്ഷണ നിയമം, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2007 മാർച്ച് 5 ഞാൻ ചോദിക്കുന്നത്, കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013 കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്. ഉദ്ദേശമൊക്കെ ഇത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ അതിലേക്കൊന്നും പോകണ്ട. 2 വ്യക്തികളുടെ പേര് കൂടി പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് കേരളത്തിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാർ. ആരാണ്? KV മനോജ് കുമാർ.
KV മനോജ് കുമാർ. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KV മനോജ് കുമാർ. അങ്ങനെയാണ് എങ്കിൽ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ നീലാ ഗംഗാധരനാണ് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. ഇപ്പോഴത്തത് KV മനോജ് കുമാർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തോളുക. NCPCR അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഞാൻ ഈ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് അടുത്ത ഒരു ചെറിയ കാര്യങ്ങളും കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നിങ്ങളത് മനസ്സിലുണ്ടാകട്ടെ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 2007 മാർച്ച് 5 ഏത് നിയമപ്രകാരം? ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം 2005 പ്രകാരം. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്തു സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. എന്തുകൊണ്ട്? പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമപ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഉദ്ദേശം എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കുട്ടികൾക്കായിട്ടുള്ള നിയമങ്ങൾ ശരിയായ രീതിയിലാണോ നടക്കുന്നതെന്ന് പരിശോധിക്കുക. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? പ്രൊഫസർ ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? പ്രിയങ്ക് കാനൂൺഗോ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? കേരള സംസ്ഥാന ബാലാവകാശ 2013 അതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? KV മനോജ് കുമാർ. ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? നീലാ ഗംഗാധരൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ബാലാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാലവേല തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണത്, എങ്കിലും ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ബാലവേല തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 24ാം വകുപ്പ് 24. ബാലവേലയുടെ പരിധിയിൽ വരുന്നത് ഏത് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ബാലവേലയുടെ പരിധിയിൽ പെടുത്തുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ബാലവേലയുടെ പരിധിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ. പക്ഷേ ഇവിടെ ഓർക്കുക, പോസ്കോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര പ്രായം വരെയുള്ള കുട്ടികളാണെന്ന് ചോദിച്ചാൽ അത് 18 വയസ്സാണ്. ഇത് 2 പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പോസ്കോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ്? 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. പക്ഷേ ബാലവേലയുടെ പരിധിയിൽ വരുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് എന്ന് ഓർക്കുക. ഇനി ഇവിടെ നിങ്ങൾ 1-2 പ്രധാന കാര്യങ്ങൾ ഓർക്കുക. ഈ ബാലവേലയുമായി ബന്ധപ്പെട്ട് തന്നെ ഓർക്കുക, ബാലവേലയെക്കുറിച്ച് പഠിക്കുന്നതിനും ബാലവേല തടയുന്നതിന് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി 1979 ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ബാലവേലയെക്കുറിച്ച് പഠിക്കുന്നതിനും ബാലവേല തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യുന്നതിനു വേണ്ടി 1979 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, ഗുരുപാദസ്വാമി കമ്മിറ്റി. മറക്കരുത്, എന്താണ്? ഗുരുപാദസ്വാമി കമ്മിറ്റി. അപ്പോൾ എന്താണ് ഗുരുപാദസ്വാമി കമ്മിറ്റി? ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. എന്തിനെ കുറിച്ച് പഠിക്കുന്നതിന്? ബാലവേലയെക്കുറിച്ച് പഠിക്കുന്നതിനും ബാലവേല തടയുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി. വർഷവും കൂടെ ഓർമ്മിച്ചോളുക, 1979 നിയമിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. ബാലവേല തടയുന്നതിന് വേണ്ടി 1980 കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്. ശ്രദ്ധിക്കുക, ബാലവേല തടയുന്നതിന് വേണ്ടി 1980 കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേരെന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ആ സംഘടനയുടെ പേരിതാണ് ബച്പൻ ബച്ചാവോ
ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേല തടയുന്നതിന് വേണ്ടി കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടന ഏത്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഏത് വർഷം? 1980. ഇവിടെ സമാനമായ പേരുള്ള ഒരു സംഘടനയുണ്ട്, അത് ഇതുമായിട്ട് ക്ലാഷ് ആകരുത്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട്. അതിൻ്റെ സ്ഥാപക ആരാണ്? മേധാ പട്കർ ആണ്. വലിയൊരു പരിസ്ഥിതി പ്രവർത്തകയായ മേധാ പട്കർ 1985 ആ സംഘടന സ്ഥാപിക്കുന്നത്. അത് ഇതുമായിട്ട് ക്ലാഷ് ആകരുത്. അത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ, അതുകൂടെ പഠിച്ചുകൊള്ളുക. നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക ആര്? മേധാ പട്കർ 1985. 1980 കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. 80. എന്താണ് ആ സംഘടനയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലവേല തടയുക എന്നത് തന്നെയാണ് ആ സംഘടനയുടെ ഉദ്ദേശം. ആരാ ഈ കൈലാഷ് സത്യാർത്ഥി? കൈലാഷ് സത്യാർത്ഥി. പറഞ്ഞേ, ആരാണ് ഈ കൈലാഷ് സത്യാർത്ഥി? നിങ്ങൾക്കറിയാം, 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. അതുകൂടി ഓർത്തോളുക. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. അവിടെ ഒരു ചോദ്യം കൂടെ ചേർത്ത് പഠിക്കണം. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം പങ്കിട്ട മറ്റൊരു വ്യക്തിയുണ്ട്. അതാരാണ്? മലാല യൂസഫ്സായി. ആരാണ്? മലാല എന്ന് ഓർമ്മിച്ചാൽ മതി. മലാല 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പോൾ കൈലാഷ് സത്യാർത്ഥിയും അതുപോലെ തന്നെ മലാല യൂസഫ്സായിയും. കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടന ബാലവേല തടയുന്നതിന് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഏത് വർഷം? 1980. ഇനി ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാല്യകാലം സംരക്ഷിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ബാല്യകാലം സംരക്ഷിക്കാം. ബച്പൻ ബച്ചാവോ ആന്തോളൻ, ബാല്യകാലം സംരക്ഷിക്കാം എന്നതാണ് ഈ സംഘടന കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതാണ്. ഇനി നോക്കാം, ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു ട്രേഡ് മാർക്കുണ്ട്. അതിൻ്റെ പേരെന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ട്രേഡ് മാർക്കിൻ്റെ പേര് റക് മാർക്ക് എന്നാണ്. റക് മാർക്ക്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ്. പഴയ പേര് റക് മാർക്ക്. അപ്പൊ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു ട്രേഡ് മാർക്ക് ഏതെന്ന് ചോദിച്ചാൽ റക് മാർക്കാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഗുഡ് വീവ്. റക് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരനാര്, അല്ലെങ്കിൽ റക് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാഷ് സത്യാർത്ഥി. റക് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? നമ്മുടെ കൈലാഷ് സത്യാർത്ഥി ആണ് എന്ന് ഓർക്കുക. അപ്പം ഗുരുപാദ സ്വാമി കമ്മിറ്റി 1979 എന്തായിരുന്നു ആ കമ്മിറ്റി? ബാലവേലയെക്കുറിച്ച് പഠിക്കുന്നതിനും ബാലവേല തടയുന്നതിനായിട്ടുള്ള ശുപാർശകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി 1979 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഗുരുപാദ സ്വാമി കമ്മിറ്റി. അത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ബാലവേലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഈ ബാലവേല തടയുന്നതിന് വേണ്ടിയിട്ട് ബച്പൻ ബച്ചാവോ ആന്തോളൻ കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ചു എന്ന് പറഞ്ഞു. മാത്രമല്ല, നമ്മുടെ ഗ്ലോബൽ മാർച്ച് എഗൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന ഒരു രാജ്യാന്തര സംഘടനയുണ്ട്. അത് പരീക്ഷയ്ക്കാണെങ്കിൽ ചോദിക്കുക, ഗ്ലോബൽ മാർച്ച് എഗൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന രാജ്യാന്തര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ അതും കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഷെയർ ചെയ്തതാരാണ്, പങ്കിട്ടതാരാണ്? മലാല യൂസഫ്സായി ആണ്. കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടന ഏത്? ബാലവേല തടയുന്നതിന് വേണ്ടി ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഏത് വർഷം? 1980. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാല്യകാലം സംരക്ഷിക്കാം. നോക്കൂ, ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ട്രേഡ് മാർക്ക് ഏതാണ്?
റഗ്മാർക്ക്. അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗുഡ് വീവ്. റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്? കൈലാസ് സത്യാർത്ഥി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോബൽ മാർച്ച് എഗൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന രാജ്യാന്തര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരനാര്? അതും കൈലാസ് സത്യാർത്ഥി. ഇത്രയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ, ബാലവേല വിരുദ്ധ ദിനം, ലോക ബാലവേല വിരുദ്ധ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമുണ്ട്. പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഏതാണ്? ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12-നാണ്. ജൂൺ 12 ആ ദിവസം. നോക്കൂ, എന്താണ്? വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ, ബാലവേല വിരുദ്ധ ദിനം എന്ന് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ 12 എന്ന് ഓർക്കുക. അപ്പം നമ്മളിവിടെ NCPCR-ൽ തുടങ്ങി നമ്മുടെ ബാലാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അതിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സംസ്ഥാന തലത്തിലേക്ക് വന്നു. ബാലവേലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു. കൈലാസ് സത്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം രൂപം കൊടുത്ത സംഘടനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്കും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് വളരെ മുമ്പേ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി ഇത് പഠിച്ചുകൊണ്ട് ഏത് പരീക്ഷയ്ക്കും പോകാവൂ. കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.